വൃശ്ചികപ്പുലരിയിൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3-ന് മേൽശാന്തി അരുൺകുമാർ ക്ഷേത്രനട തുറന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തി അരുൺകുമാർ നട തുറന്ന് അയ്യന്റെ തിരുസന്നിധിയിൽ പൂജകൾ ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ വൃശ്ചിക പുലരിയിൽ സന്നിധാനത്തെത്തി. ഇന്ന് 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. തത്സമയ ബുക്കിംഗിലൂടെ 10,000 പേർ കൂടി ദർശനത്തിനെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. തിരക്ക് മുൻകൂട്ടി കണ്ട് എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കാലേ കൂട്ടി നമ്മൾ തുടങ്ങിവെച്ച മുന്നൊരുക്കങ്ങൾ വളരെ ഫലപ്രദമായി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മുൻവർഷങ്ങളിൽ വന്നിരുന്ന അയ്യപ്പന്മാർ തന്നെ ഇന്നലെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയതായി നമ്മൾ ഒരുക്കിയെടുത്ത സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വിപുലീകരിക്കപ്പെട്ടത് അവരിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യം സംജാതമായിരുന്നു. മികച്ച മുന്നൊരുക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സുരക്ഷയ്ക്കായി പോലീസ് ഉൾപ്പെടെയുള്ള സേനകൾ വിന്യസിച്ചിട്ടുണ്ട്. വിരിവെക്കുന്നതിനും പാർക്കിങ്ങിനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിച്ചു. ഭക്തർക്കായി പ്രത്യേക സർവീസുകളും ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് വർദ്ധിപ്പിക്കണമോ എന്ന് കണക്കുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.